എഴുത്ത് അല്ലേ, എഴുതുക എന്നുള്ളത് ചിലർക്കൊക്കെ എഴുതാനുള്ള ഒരു എന്താ പറയുക വാസനയുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. ചിലർ സംസാരിക്കുമ്പം തന്നെ എന്താ പറയുക ഒരു ഉപമയൊക്കെ ചേർത്ത് സംസാരിക്കുന്നവരുണ്ട്. ഒരു സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ട്. ചിലർക്ക് ഉള്ളിൽ ആ ഒരു കഴിവുണ്ടെങ്കിൽ അവർ എഴുതി നോക്കത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും കാണുമ്പോൾ അവരുടെ ഉള്ളിലൊരു കവിത ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് എഴുതി നോക്കില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴൊരു ബുക്കും പേനയെടുത്ത്, അല്ലെങ്കിൽ രാത്രിയിലത്തേക്ക് വെക്കണമെന്നില്ല, എപ്പോഴാണെന്ന് നമ്മൾ എഴുതി നോക്കുക. ഈ സാഹിത്യത്തിൽ നമ്മുടെ കഥയിലെ കവിതകളിലൊക്കെ എന്താണ് കൂടുതൽ, നമ്മൾ ഒരു വാക്കിന് പകരം പര്യായങ്ങൾ എന്ന് പറയുന്നത് ഭംഗി കൂട്ടാനായിട്ട് ഒരുപാട് വാക്കുകളുണ്ട്. ഒരേ അർത്ഥത്തിൽ വരുന്ന ഒരർത്ഥം തന്നെയുള്ള പല വാക്കുകൾ. ഇത് പല രീതിയിൽ പ്രയോഗിച്ച് എന്താണ് പ്രാസമൊക്കെ ഒപ്പിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കൂടുന്നത്. അലങ്കരിച്ച് വരുമ്പോൾ, അലങ്കാരങ്ങൾ ചേർത്ത് ഭംഗി കൂട്ടുക എന്ന് പറയുന്ന പോലെ നമ്മൾ വേണ്ട വിധത്തിൽ കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങൾ എന്താണ് ആ പദങ്ങളുടെ ഭംഗിയുള്ള അർത്ഥങ്ങൾ മാറ്റി മറിച്ച് കൊടുക്കുമ്പോൾ ഏതൊരു കവിതയ്ക്കും എന്താണ് ഭംഗി കൂടും അല്ലേ. നമ്മളൊരു സിനിമയിലെ പാട്ട് തന്നെ, നമ്മൾ സിനിമയിലെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരെന്താണ് ആ പറഞ്ഞിരിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധാരണക്കാരൻ്റെ ഭാഷയായിരിക്കില്ല, അല്ലെങ്കിൽ വാക്കുകളായിരിക്കില്ല, ഭാഷ എന്നല്ല വാക്കുകൾ ആയിരിക്കില്ല അവർ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം അത് നമ്മൾ ആ കേൾക്കുമ്പോൾ നമ്മൾ നേരിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്രയ്ക്കും പെട്ടെന്ന് തങ്ങി നിൽക്കില്ല, നമ്മൾ ആ പാട്ടിനെ കൂടുതൽ ശ്രദ്ധിക്കില്ല. പക്ഷേ അതിന് മറ്റൊരു വാക്ക് ഉപയോഗിച്ച് അവർ പാട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളും അല്ലാതെ പര്യായ പദങ്ങളും ഒക്കെ ചേർത്ത് വരുമ്പോൾ നമ്മളതിനെ കൂടുതൽ ശ്രദ്ധിച്ച് ആ പാട്ടിലേക്ക് ശ്രദ്ധ കൊടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വരികളും ശ്രദ്ധിക്കാൻ തുടങ്ങും. കറക്റ്റാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് പഴയ സിനിമാ ഗാനങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, വളരെ മനോഹരമായിട്ടുള്ള അത് അവർ അങ്ങനെ ചെയ്യുന്നത് തന്നെ ആ ശ്രദ്ധയാണ്. നമ്മൾ പറയാറുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ്. പഴയ പാട്ടുകൾ കേട്ടിരിക്കുന്ന എന്ത് സുഖമാണ്. എന്താണ് ഈ തരത്തിലുള്ള വാക്കുകൾ മീൻസ് ഈ ഒരർത്ഥമുള്ള പല വാക്കുകൾ ഉപയോഗിക്കുന്ന ആ രീതി, അതാണ് കൂടുതലും ആ പഴയ സിനിമാ ഗാനങ്ങളെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്. അത് എഴുതിയ ആളുടെ ഒരു പ്രത്യേക സാഹിത്യ വാസന തന്നെയാണ്. നിങ്ങൾക്കും ഉണ്ടാവും അങ്ങനത്തെയുള്ള സാഹിത്യ വാസനകൾ. പ്രോത്സാഹിപ്പിച്ചെടുക്കുക. ഭാവിയിൽ എന്താവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെന്താ സബ്സ്ക്രൈബ് മറക്കല്ലേ.